പോലീസുകാർ ഇതൊക്കെ ഓപ്പൺലി ഈ കോടതി വിധി ന്യായങ്ങൾ ഫ്ലൗട്ട് ചെയ്യുകയാണ്. ഈ കോടതി വിധി ന്യായങ്ങൾ ലംഘിച്ചാണ് നമ്മുടെ നാട്ടിൽ പോലീസ് പല കേസുകളിലും പ്രവർത്തിക്കുന്നത് എന്നുള്ള വളരെ വിഷമകരമായ കാര്യമാണ്. ഇന്നലെ എനിക്ക് മറ്റൊരു സുപ്രീം കോടതിയുടെ വിധി അഡ്വക്കേറ്റ് ഹൈക്കോടതിയിലെ അലക്സ് കെ ജോൺ ഐശ്വര്യ ഉണ്ടായി. നിർബന്ധമായി നോട്ടീസ് കൊടുത്തിട്ട് അറസ്റ്റ് ചെയ്യണം. എന്റെ കേസിൽ നോട്ടീസ് തന്നില്ലെന്ന് മാത്രമല്ല, നോട്ടീസ് തന്നു എന്ന് കോടതിയിൽ കള്ളം പറയുകയും ചെയ്തു. നമ്മളൊക്കെ കോടതിയെ കാണുന്ന എന്താ? കോടതി എന്ന് പറഞ്ഞാൽ നീതിയാണ്, അല്ലെങ്കിൽ കോടതി എന്ന് പറഞ്ഞാൽ അവിടെ പോലീസും പ്രോസിക്യൂഷനും വന്ന് കള്ളം പറഞ്ഞു തുടങ്ങിയാൽ അതിന് അവസാനമില്ല. അവിടെയാണ് പോലീസുകാർ പലപ്പോഴും ചട്ടുകങ്ങളായി പ്രവർത്തിക്കുകയോ പോലീസുകാർ പലപ്പോഴും രാഷ്ട്രീയ കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു, രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിലെ 1-ാം പരാതിക്കാരിയും 3-ാം പരാതിക്കാരിയും വിവാഹിതരാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഈ വിവാഹിതരായ വ്യക്തികൾ കൊടുക്കുന്ന പരാതി നിലനിൽക്കില്ല എന്ന് കഴിഞ്ഞ നവംബർ 24-നടക്കം സ്മധാൻ വേഴ്സസ് സീതാറാം മനോഹെ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര ഈ കേസിലടക്കം വിധിയുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി ഒന്നുകൂടെ റീട്രേറ്റ് ചെയ്തതാണ്. ഇത് പോലീസുകാർക്കും പ്രോസിക്യൂഷനും അറിയാത്തതാണോ? പോലീസുകാർക്കും പ്രോസിക്യൂഷനും അറിയാഞ്ഞിട്ടാണോ അവർ ഈ കേസ് എടുക്കുന്നത്? പകരം രാഷ്ട്രീയപരമായ, അതായത് കോർട്ട് ഹാസ്, അതിലെ പാരാഗ്രാഫ് 9 കൃത്യമായി ഞാൻ ഒന്ന് വായിക്കാം. This court has on numerous occasions taken note of the disquieting tendency wherein failed or broken relationship, തകർന്ന ബന്ധങ്ങൾ are given color of criminality. And again in para 30, court quoted its earlier judgment, Prashant versus State of NCT, in which the above observation was reiterated. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിൽ അടക്കം പ്രായോഗികമാകുന്ന, ആപ്ലിക്കബിൾ ആവുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും ബന്ധങ്ങൾ തകരുമ്പോൾ, ഫെയിൽഡ് ആൻഡ് ബ്രോക്കൺ റിലേഷൻഷിപ്പ് ആകുമ്പോൾ അതിന് ക്രിമിനാലിറ്റിയുടെ ഒരു നിറം നൽകും. അതല്ലേ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിൽ കണ്ടത്? അതല്ലേ പലരുടെയും കേസിൽ നമ്മൾ കണ്ടത്? അവർക്ക് ബന്ധം ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും വിനയത്തോടെ, ഞാൻ ആരെയും നെഗറ്റീവായി പറയാനല്ല, പോസിറ്റീവായി ചോദിച്ചോട്ടെ, പീഡിപ്പിച്ച വ്യക്തിക്ക് ഗോട്ട് മിൽക്കും ഷാമ്പുവും ചെരുപ്പും ഒക്കെ ഏതെങ്കിലും സ്ത്രീ മേടിച്ചു കൊടുക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിൽ ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തക അവരുടെ ഫേസ്ബുക്കിൽ കോടതിയിലുള്ള തെളിവുകൾ അടക്കം കൊടുത്തിട്ടുണ്ട്. ആ മാധ്യമ പ്രവർത്തകർ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാൻ ബഹുമാനമാണ്. അവരതിലെ ഒരു ഡേറ്റ് മാത്രം മറച്ചു വെച്ചു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ ഡേറ്റിലെ മാസം മറച്ചു വെച്ചു. ആ ഡേറ്റ് പീഡനം നടന്നു എന്ന് ആരോപിക്കുന്നതിന് ശേഷം 6 ദിവസം കഴിഞ്ഞുള്ള ഡേറ്റാണ്. 10,000 രൂപ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് അയച്ചു കൊടുത്ത ദിവസമാണ്. അതായത് ഒരു പ്രത്യേക ഡേറ്റിന് ശേഷം 6 ദിവസം, ആ ഡേറ്റ് പീഡനം നടന്നു എന്ന് പറയപ്പെടുന്ന ദിവസത്തിന് ശേഷം 6 ദിവസം കഴിഞ്ഞാണ് ഈ ഡേറ്റ്. ആ ഡേറ്റ് മാത്രം മറച്ചു വെച്ചാണ് സ്ക്രീൻഷോട്ട്സ് ഇട്ടത്. പീഡിപ്പിച്ചൊരു വ്യക്തിക്ക് 6 ദിവസത്തിന് ശേഷം അങ്ങോട്ട് ആരെങ്കിലും 10,000 രൂപ അയച്ചു കൊടുക്കും? ബലാത്സംഗം ചെയ്ത് തുപ്പി മുഖത്തടിച്ചു, പറയുന്ന കഥകൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ബലാത്സംഗം ചെയ്തു, തുപ്പി മുഖത്തടിച്ചു, ഉപദ്രവിച്ചു. പിന്നെ ഈ സമയത്ത് ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല, വളരെ വിനയത്തോടെ ചോദിച്ചോട്ടെ, ഒരു ശാസ്ത്രീയ ഭ്രൂണം കയ്യിലുണ്ടെന്നായിരുന്നല്ലോ ആദ്യം പറഞ്ഞിരുന്നത്. ഓർമ്മയില്ലേ ആദ്യ ദിവസം വന്ന വാർത്തകൾ? ആ ഭ്രൂണം എവിടെ? ആദ്യ ദിവസം വന്ന വാർത്തകളിൽ പഴയ കേസ് പോലെയൊന്നുമല്ല, ശാസ്ത്രീയമായി ഭ്രൂണം കയ്യിലിരിപ്പുണ്ട്. ഞാനെല്ലാം അത്ഭുതപ്പെട്ടു, അതെങ്ങനെയാണ് ഉണ്ടാകുക? ഇപ്പൊ മാസങ്ങൾക്കോ വർഷങ്ങൾക്ക് ശേഷം നടന്ന കാര്യം, അതൊക്കെ എവിടെ? ശരിക്കും നിങ്ങൾ മീഡിയക്കാരെ പോലീസുകാരും പരാതിക്കാരും ചേർന്ന് പറ്റിക്കുകയാണ്. അതായത് നമ്മുടെ മനസ്സിൽ സ്ത്രീകളോടുള്ള നാച്ചുറലി തോന്നുന്ന അനുഭാവം, സ്നേഹം, ആദരവ്, ഇതിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ രീതിയിൽ വാർത്ത വന്നാൽ മീഡിയക്കാർ പോലും ക്രോസ് ചെക്ക് ചെയ്യാതെ കൊടുക്കും എന്നുള്ളത് കൊണ്ടല്ലേ ഇത്തരത്തിൽ നിറം പിടിപ്പിച്ച കഥകൾ പറയുന്നു. പഴയതുപോലെയല്ല, ശാസ്ത്രീയമായ ഭ്രൂണം കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കള്ളമായിരുന്നു. ആലോചിച്ച് നോക്കുക, എന്തൊക്കെ കള്ളമായിരുന്നു. എന്നിട്ട് ആദ്യ പരാതിക്കാരി അതിജീവിതയല്ല, കാര്യം അവർ വിവാഹിതയാണ്, കോടതി വിധിയുണ്ട്, അവരുടെ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് പറഞ്ഞ് എനിക്ക് ഇപ്പൊ പോലീസുകാർ ഈ തിങ്കളാഴ്ച വീണ്ടും എന്റെ കേസ് വരികയാണ്. എന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് പോലീസ് പോയിരിക്കുക. എന്തിനാണ്? സുപ്രീം കോടതിയും ഹൈക്കോടതിയും പറഞ്ഞ അതേ കാര്യം മലയാളത്തിൽ പറഞ്ഞത്. സുപ്രീം കോടതിയുടെ, അല്ല, നമ്മുടെ സെഷൻസ് കോടതിയുടെ വിധി ഇംഗ്ലീഷിലാണ്, ഹൈക്കോടതിയുടെ നിരീക്ഷണം ഒരുപക്ഷെ ഇംഗ്ലീഷിലായിരിക്കാം, മാധ്യമങ്ങളിൽ നിന്നുള്ള വാർത്ത ഞാൻ കേട്ടുള്ളൂ. ഇതേ കാര്യം മലയാളത്തിൽ പറഞ്ഞതിന് എനിക്ക് എന്റെ ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞ് ഈ തിങ്കളാഴ്ച വീണ്ടും കേസ് വരിക. കോടതിയുടെ വിധിയാണ് ഞാൻ പറഞ്ഞത്. അതായത് കോടതി വിധിന്യായത്തിൽ, ഇവിടുത്തെ സെഷൻസ് കോടതി നസീറ മാഡത്തിന്റെ വിധിന്യായത്തിൽ എടുത്തെഴുതിയിട്ടുണ്ട്, ഈ അവസരത്തിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് കോടതിയുടെ വിധിയാണ്. ഈ കോടതിയുടെ വിധി മലയാളത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞാണ് എനിക്കെതിരെ പോയിരിക്കുന്നത്. കാര്യം എന്റെ ജാമ്യം റദ്ദാക്കണം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് മനഃപൂർവ്വം കപട സ്ത്രീ പുരുഷന്മാരെ വേട്ടയാടുന്നതാണ്. ഞാൻ ശരിക്കും വലിയൊരു കാര്യമായിട്ട് സാറിനോട് പറഞ്ഞു. സാറ് പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ ക്രക്സ് മനസ്സിലായത്. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി പലതവണയായി റീട്രേറ്റ് ചെയ്തു. ഞാനിപ്പോ ലൈവ് ലോയിൽ കയറി നോക്കിയാൽ സുപ്രീം കോടതി അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പലതവണയായിട്ട് ഇത് പറയുകയാണ്, വി ആർ റീട്രേറ്റിംഗ് ദാറ്റ് ഇത് ഒരു കാരണവശാലും ബ്രോക്കൺ മാരേജസിൽ ഇത് അല്ലെങ്കിൽ ബ്രോക്കൺ റിലേഷൻഷിപ്പിൽ കൊടുക്കാൻ പാടില്ല. 2, ശ്രദ്ധിക്കുക, വിവാഹിതയായ ഒരു സ്ത്രീക്ക് മറ്റൊരു പുരുഷനെതിരെ വിവാഹ
വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു പരാതി കൊടുക്കാൻ കഴിയില്ല. ഒന്ന് ആലോചിക്കുക, പരാതി കൊടുക്കാൻ കഴിയില്ല. ആ പരാതിയുടെ ബേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ 18 ദിവസം ജയിലിൽ കിടന്നത്. അങ്ങനെ പരാതി കൊടുത്തവരെ ചൂണ്ടിക്കാണിച്ചു എന്ന പേരിലാണ് ഞാൻ 16 ദിവസം ജയിലിൽ കിടന്നത്. ആ പരാതിയുടെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ മാധ്യമങ്ങളുടെ ഒരു വിഭാഗമെങ്കിലും ഇത്രയും നിശിതമായി ആക്രമിച്ചതും വിമർശിച്ചതും. ഓർക്കുക, ഞങ്ങൾ പറയുന്നതിനേക്കാൾ സ്ട്രോങ് ആയി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത്, നിങ്ങളെല്ലാം ഒരുപക്ഷെ ഇത് വാർത്ത കണ്ടു കാണും, പ്രമുഖമായിട്ട് എല്ലാ ചാനലും കൊടുക്കുന്നു, പരാതി കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പരാതി കൊടുക്കാൻ കഴിയാത്ത ഇത് പോലീസിന് അറിയില്ലായിരുന്നു, ഇത് പ്രോസിക്യൂട്ടറിന് അറിയില്ലായിരുന്നു, ഇത് നിയമ സംവിധാനത്തിന് അറിയില്ലായിരുന്നു. അപ്പോ ആണിനെ വേട്ടയാടാൻ കിട്ടുന്ന എല്ലാ അവസരവും ഇവിടത്തെ പോലീസും ഒരു വിഭാഗം മാധ്യമങ്ങളും സെലിബ്രേറ്റ് ചെയ്യാം. എനിക്ക് നാഷണൽ അലയൻസ് ഫോർ ജസ്റ്റിസ് ഫോർ ഓളിൽ ഏറ്റവും സന്തോഷം, ഞങ്ങളൊക്കെ കുറെ കൂടെ സാധാരണക്കാരുടെ ലാംഗ്വേജിൽ പറയുക, നമുക്കൊന്നും ആ രീതിയിൽ നിയമപരിജ്ഞാനമില്ല. സാർ അടക്കമുള്ള ആൾക്കാർ, ജയന്തൻ സാർ അടക്കമുള്ള ആൾക്കാർ, ഡോക്ടർ രമ മാഡം ഉള്ള ആൾക്കാർ, ഇവർക്കൊന്നും ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല ഇവർ ഈ പോരാട്ടത്തിൽ ഇറങ്ങുന്നത്. ഇവരുടെ ഒന്നും ജീവിതത്തിലൊന്നും നഷ്ടപ്പെട്ടിട്ടല്ല. പകരം നാട്ടിൽ അത്രമാത്രം അനീതി നടക്കുന്നു എന്ന തിരിച്ചറിവിൽ മാസങ്ങൾ എടുത്താണ് ഇതൊക്കെ ക്രോഡീകരിച്ചത്. സാറ് 2 years 2 വർഷങ്ങൾ എടുത്താണ് ഇവരിത് ക്രോഡീകരിക്കുന്നത്. ഓൾമോസ്റ്റ് 2 years ആയിട്ട് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത് ഇത് ഫുൾ ഡോക്യുമെന്റ്. കാര്യം പ്രധാനമന്ത്രി അടക്കമുള്ള ആൾക്കാർക്ക് അത് അവതരിപ്പിക്കുമ്പോൾ അത്രയും സാങ്ക്ടിറ്റി വേണമല്ലോ. താഴത്തെ തട്ടിലൊക്കെ കൊടുക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് അവതരിപ്പിച്ച മാഡത്തിന് നമ്മൾ നെനീച്ച് ഒന്ന് കൊടുത്തിട്ട് എന്നിട്ട് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് വരാം. അപ്പൊ അത് പ്രധാനമന്ത്രിക്ക് കൊടുത്ത ആ റിപ്പോർട്ടിന്റെ കോപ്പിയാണ് ഇത്. ഇന്നല്ലെങ്കിൽ നാളെ നിയമത്തിൽ റിഫ്ലക്ട് ചെയ്യപ്പെടുമെന്നുള്ളതാണ് വിശ്വാസം. പ്രധാനമന്ത്രി അടക്കം രാജ്യത്തിന്റെ ഏറ്റവും തലവനായ, അതായത് നമ്മുടെ പൊസിഷൻ വൈസ് ഏറ്റവും ടോപ്പായ ഒരു വ്യക്തിയും സുപ്രീം കോടതിയിലും എല്ലാം ഇത് ശ്രദ്ധയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.